ഹലോ, ഇന്ന് ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. ആ ഒരു എക്സൈറ്റ്മെന്റിന്റെ കാരണം പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ജേർണൽസേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് കുറെ ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ ഒരു കുഞ്ഞു സാധനം വാങ്ങിച്ചാൽ പോലും ഞാനത് അൺബോക്സ് ചെയ്തിട്ടൊക്കെ കാണിച്ചു തരാറുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു വലിയ ബോക്സ് കിട്ടുമ്പോൾ അൺബോക്സ് ചെയ്ത് കാണിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ? കുറെ പേർക്കൊക്കെ അറിയുന്നതായിരിക്കും, എന്നാലും ഇതൊരു ഇന്റർനാഷണൽ ബ്രാൻഡ് ആണ്. ബട്ട് നമുക്ക് ഈസി ആയിട്ട് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റും. പ്രൈസ് ആണെങ്കിലും അത്യാവശ്യം അഫോർഡബിൾ ആണ്. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം. പിന്നെ സീക്രട്ട് സ്റ്റാറി നൈറ്റ് എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 8% ഡിസ്കൗണ്ട് ഉണ്ട്. സോ വൈ നോട്ട്? അപ്പൊ ഡു ചെക്ക് ഔട്ട്. എന്നാൽ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യാം. ഇത് ഞാൻ ചെറുതായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ജേർണലിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ബോക്സ് കിട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അതാണ് ഞാൻ അപ്ലോഡൊന്നും ചെയ്യാഞ്ഞത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ പെട്ടിയിൽ ഇത്രയും സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒക്കെ ഭയങ്കര ക്യൂട്ടാണ്, കാണുമ്പോൾ തന്നെ അറിയാലോ. അവരുടെ പാക്കേജിങ് ആണെങ്കിലും അടിപൊളിയാണ്. ഇനി നമുക്ക് ഓരോന്നോരോന്നായി കാണാം. ആദ്യം തന്നെ ഈ ഫ്ലവർ ഷേപ്ഡ് ആയിട്ടുള്ള പേപ്പർ കട്ടർ ആണ്. ഒന്നല്ല ഗൈസ്, 3 എണ്ണമാണ്. എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ കളർ തന്നെയാണ്. നല്ല പാസ്റ്റൽ ഷെയ്ഡിലാണ് വരുന്നത്. 3ഉം അടിപൊളി. എന്റെ കയ്യിൽ ഈ ഒരു സാധാ പേപ്പർ കട്ടർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതും തുരുമ്പിച്ചു പോയിട്ടുണ്ട്. കറക്റ്റ് ടൈമിലാണ് കയ്യിലെത്തിയത്. അടുത്ത സാധനം ഈ ഒരു വാഷി ടേപ്പ് ഡിസ്പെൻസർ ആണ്. ക്വാളിറ്റി ഒക്കെ സൂപ്പർ ആണ്. ഇതിന് 2 ബ്ലേഡും കാര്യങ്ങളും വരുന്നുണ്ട്. ചെറുതുണ്ട് വലുതുണ്ട്. ഞാൻ കുറച്ചധികം വാഷി ടേപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റിലേക്ക് നമുക്ക് വാഷി ടേപ്പ് ഒക്കെ അൺബോക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെച്ചിട്ട് കാണാം. ഇതാണ് ഒന്നാമത്തെ വാഷി ടേപ്പ് സെറ്റ്. ഇത് ബേസിക് പാറ്റേണിൽ വരുന്നതാണ്. ചെറുതും വലുതുമായിട്ട് പല കളേഴ്സിൽ വരുന്നുണ്ട്. പിന്നെ ഗ്രിഡ് ലൈൻസ് വരുന്ന ഇതും കൂടെ ഉണ്ട്. അടുത്തത് 4 ജേർണലിങ്ങിനൊക്കെ ആവശ്യമായിട്ടുള്ള ടൂൾസ് വരുന്ന ഈ ഒരു സെറ്റാണ്. ഇത് തന്നെ ഡിഫറെന്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. ഞാൻ ഈ ഒരു കളർ ഷെയ്ഡാണ് സെലക്ട് ചെയ്തത്. ഇതിൽ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ട്വീസേഴ്സ് വരുന്നുണ്ട്. അടുത്തത് വരുന്ന ഒരു കാർവിംഗ് നൈഫാണ്. ഇതൊരു പെന്ന് പോലെയുള്ള സെറ്റപ്പിലാണ് വരുന്നത്. പെന്ന് പോലെയൊക്കെ ആണെങ്കിലും നല്ല ഷാർപ്പാണ്. മൂന്നാമത്തത് ഈ പെന്ന് പോലെ തോന്നിക്കുന്ന ഗ്ലൂ ആണ്. ഇതിലൂടെ ഗ്ലൂ എങ്ങനെയാ വരികയെന്ന് എനിക്ക് അറിയില്ല. ഞാൻ കയ്യിൽ എഴുതിയോണ്ടാണോ മനസ്സിലാവാത്തതെന്നും അറിയില്ല. ആ പാക്കറ്റിൽ ലാസ്റ്റ് ആയിട്ട് ഈ ഒരു ഷവലാണ് വരുന്നത്. കൈൻഡ്ലി നോട്ട്. ഇതിന്റെ നെയിം ഒക്കെ ഞാനിപ്പോ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ. സോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അടുത്തതായിട്ട് കുറേ പാറ്റേണിൽ വരുന്ന പേപ്പേഴ്സ് ആണ് ജേർണലിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. കുറേ പേപ്പേഴ്സ് ഉണ്ട്. ഇത് എത്ര പീസ് ഉണ്ട് എന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. ഒരു 50-60 പീസ് ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇത് നോക്കിയിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ ഉണ്ട്. ഇതിങ്ങനെ കണ്ടപ്പോൾ ഇതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഓപ്പൺ ചെയ്തപ്പോൾ എന്താന്ന് മനസ്സിലായി. ഇതും കുറേ പാറ്റേൺ പേപ്പേഴ്സ് ആണ്. ഗ്രീൻ കളർ ആ ഒരു തീമിലാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇത് തന്നെ എന്താ കുറേ കളേഴ്സിലും ഉണ്ട്. അടുത്തതായിട്ട് ഈ ഒരു സീൽ അല്ലെങ്കിൽ സ്റ്റാമ്പ് ആണ് വാങ്ങിച്ചത്. ഇത് നമ്പേഴ്സ് ആണ്. ഇത് നമ്പേഴ്സ് മാത്രമല്ല, മൺഡേ ട്യൂസ്ഡേ അങ്ങനെ വീക്ക് വരുന്നുണ്ട്. ജാനുവരി ഫെബ്രുവരി അങ്ങനെ മന്ത് വരുന്നുണ്ട്. അതുപോലെ ലെറ്റേഴ്സ് വരുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. ഞാനും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് കാണാം. കുറെ നാളായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ച് വെച്ചിട്ടുള്ളൊരു സാധനമായിരുന്നു ഇത്. ആൻഡ് ഫൈനലി നമ്മളത് വാങ്ങിച്ചു. അടുത്തതായിട്ട് ഈ ഒരു വിൻറ്റേജ് വാഷി ടൈപ്പ് ആണ്. ഞാനിങ്ങനെ വിൻറ്റേജിന്റെ ആളല്ല, പക്ഷെ ഇത് കണ്ടപ്പോൾ എന്തോ എനിക്ക് ഇഷ്ടമായി. അപ്പം ഞാൻ ഇതും കൂടെ വാങ്ങിച്ചു. അടുത്തതും ഒരു വാഷി ടൈപ്പ് റോളാണ്. ഇത് ഫ്ലവേഴ്സിന്റെ സ്റ്റാമ്പ് പോലെ വരുന്ന സ്റ്റിക്കേഴ്സ് ആണ്. അടുത്തതായിട്ട് ഈ ഒരു സ്പ്രിംഗ് തീമിൽ വരുന്ന സീനറീസ് ആണ്. ഇതിൻ്റെ തന്നെ കുറേ പിക്ചേഴ്സ് ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു ഡ്രോയിങ് പെയിന്റിംഗ് ഒക്കെ ചെയ്ത പോലെ ഉണ്ട്. ഇനി ഈ ഒരു ബോക്സിലായിട്ട് വരുന്നത് ഇതൊരു വീടിന്റെ ഷേപ്പിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ബോക്സ് തന്നെ ക്യൂട്ടാണ്. ഇതിൽ വരുന്നത് കുറച്ച് വെജിറ്റബിൾസിന്റെയും ഫ്രൂട്ട്സിന്റെയും സ്റ്റിക്കേഴ്സ് ആണ്. അതും ഇങ്ങനെ റോളായിട്ടാണ് ഉള്ളത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സ്ട്രോബെറീസും ഓറഞ്ചും ഒക്കെ ഉണ്ട്. ഇത് കാറ്റിന്റെ തീമിൽ വരുന്ന കുറച്ചധികം സ്റ്റിക്കേഴ്സ് ആണ്. ഞാൻ കുറേ സ്റ്റിക്കേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഇത്. ഇനിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ സ്റ്റിക്കേഴ്സ് ആണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ സ്റ്റിക്കേഴ്സ് അല്ല, ഇതല്ലാത്ത കുറേ കോഫി കഫേ തീമിൽ വരുന്ന കുറച്ച് ഇങ്ങനെ പിക്ചേഴ്സ് ഒക്കെ വരുന്ന സംഭവമാണ്. അതുപോലെ തന്നെയുള്ള വേറൊരു സംഭവം കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തീമിന് വ്യത്യാസമുണ്ട്. അത് കഫേ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് കുറച്ച് ഫുഡ് ഐറ്റംസ് അങ്ങനെയൊക്കെ വരുന്നതാണ്. ഇതും അങ്ങനെ തന്നെ, സ്റ്റിക്കേഴ്സ് അല്ല.
ഇത് പാസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഹൈലൈറ്റർ പെൻസ് ആണ്. ഇതിന് 2 നിബ്ബ് വരുന്നുണ്ട്, കുറച്ച് തടിച്ച് തിക്കായിട്ടുള്ളതും താഴെ മെലിഞ്ഞിട്ടുള്ളതും. ഞാൻ അത് അറിയില്ലായിരുന്നു, ഇപ്പൊ കൈ കിട്ടിയപ്പോഴാണ് ഇതിന് 2 നിബ്ബ് ഉണ്ടല്ലേ എന്ന് മനസ്സിലായത്. ഇതിന് ജേണലിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന കുറച്ച് കോഡ്സും കാര്യങ്ങളും വരുന്ന ഷീറ്റ്സ് ആണ്, സ്റ്റിക്കർ ഷീറ്റ് ആണ്. ഞാൻ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കളർഫുൾ ആയിട്ട് വരുന്ന ഷീറ്റാണ് സെലക്ട് ചെയ്തത്. ഇതിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ അവൈലബിൾ ആണ്. ഇനി നമ്മുടെ ഈ പെട്ടിയിലെ ലാസ്റ്റ് ഐറ്റം ഈ ഒരു ഗ്ലിറ്റർ പെന്ന് പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു നൈഫാണ്. ഇതോടുകൂടെ നമ്മുടെ 1ാമത്തെ ബോക്സിൽ എന്തൊക്കെയാന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 2ാമത്തെ പെട്ടിയിൽ എന്താ നോക്കാം. ഇതിലാണ് കുറച്ചധികം സാധനങ്ങൾ ഉള്ളത്. ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ കണ്ണാദ്യം പോയത് ആ ഒരു ബബിൾ റാപ്പിലേക്കാണ്. നമ്മുടെ ഇവിടെ സാധാ വട്ടത്തിലുള്ള ബബിൾ റാപ്പ് ആണെങ്കിൽ ഇത് ഹാർട്ട് ഷേപ്പിലുള്ള ബബിൾ റാപ്പാണ്. ഇതാ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ബോക്സിലായിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. വീണ്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവരുടെ പാക്കിംഗ് തന്നെയാണ്. ഒരു സാധനം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആവാണ്ടാണ് ഇവർ പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം ഞാൻ എടുത്തത് ഈ ഒരു ഡോയിലി പേപ്പർ ആണ്. വെറും ഡോയിലി പേപ്പർ അല്ല, ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ്സ് ഒക്കെ വരുന്ന ഡോയിലി പേപ്പർ ആണ്. ഭയങ്കര രസമുണ്ട് ഇത് നേരിട്ട് കാണാൻ. നെക്സ്റ്റ് ഈ ഒരു ചെക്കേർഡ് പൗച്ചാണ്. ഇതിന്റെ പല കളേഴ്സ് ഉണ്ടെങ്കിലും എനിക്ക് ഈ ഗ്രീന് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ ഒന്നും നോക്കിയില്ല, ഇത് തന്നെ എടുത്തു. ഇനിയിപ്പോൾ സാധാ പെൻസിലൊക്കെ ഇട്ട് വെക്കുന്ന പൗച്ചായിട്ടോ മേക്കപ്പ് പൗച്ചായിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇനി നമ്മുടെ ലിസ്റ്റിലെ 2ാമത്തെ വാഷി ടേപ്പ് സെറ്റ് ആണിത്. ഒരു ബ്ലൂ കളർ തീമിലാണ് ഈ ഒരു വാഷി ടേപ്പ് സെറ്റ് ഒക്കെ വരുന്നത്. ഈ ഒരു സെയിം 2 എന്നോട് ഓർഡർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു, സെയിം പാറ്റേണിൽ വരുന്നത്. അടുത്തത് ഗിങ്കം പ്രിന്റിൽ വരുന്ന ഒരു വാഷി ടേപ്പ് സെറ്റ് തന്നെയാണ്, പല നിറത്തിലും പല സൈസിലും ഉള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ. ഈ സ്റ്റാമ്പ് അല്ലെങ്കിൽ സീല് ഞാൻ കുറേ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊക്കെയാണ് ഇത്. ഇതിൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്ന് പറഞ്ഞിട്ട് വീക്സ് ആണ് വരുന്നത്. കൂടെ തന്നെ വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീലും കൂടെ ഉണ്ട്. ഇത് അതിന്റെ തന്നെ ആൽഫബറ്റ്സ് ആണ് വരുന്നത്. ഇതിന്റെ ബോക്സ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ ആൽഫബറ്റ്സ് മാത്രമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്, പക്ഷെ ഇതിൽ നമ്പേഴ്സും കൂടെ ഉണ്ടായിരുന്നു. ആൽഫബറ്റ്സ് തന്നെ സ്മോൾ ലെറ്റർ ആയിട്ടുണ്ട്, ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുണ്ട്. നമ്പേഴ്സ് നമ്മൾ നേരത്തെ കുറച്ച് വലുതാണ് വാങ്ങിച്ചത്, ഇത് കുറച്ച് കുഞ്ഞാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, 2 വാങ്ങിച്ചു പോയി എന്ന് വിചാരിച്ചിട്ട് സങ്കടമൊന്നുമില്ല. ഈ വാങ്ങിച്ച സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്റ്റാമ്പ് പാഡും കൂടെ വേണമായിരുന്നു. ഇതിന്റെ പല കളേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് ബ്ലാക്ക് ആണ് കുറച്ചുകൂടെ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് എടുത്തു. ഇതാ വീണ്ടും വന്നു നമ്മുടെ വാഷി ടേപ്പ് സെറ്റ്. ഇത് കവായി തീമിൽ വരുന്ന കുറച്ച് തിന്നായിട്ടുള്ള ടാപ്പാണ്. ഞാൻ ഇതുവരെ ഇത്ര കുഞ്ഞായിട്ടുള്ളത് കണ്ടിട്ടുമില്ല, യൂസ് ചെയ്തിട്ടുമില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. നമ്മൾ സാധാ അത്ര ഉള്ളത് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. സീക്രട്ട് സ്റ്റാറി നൈറ്റ് എന്നൊക്കെ ചാനലിന് നെയിം കൊടുത്തിട്ട് ഈ ഒരു സംഭവം വാങ്ങിച്ചില്ലെങ്കിൽ അത് മോശമാണ്. ഇത് എൻ്റെ ആമസോണിൽ കാർട്ടിലിട്ട് വെച്ച പ്രോഡക്റ്റ് ആയിരുന്നു. ഇതിന് 500 രൂപയാണ് ആമസോണിൽ വന്നത്. അപ്പം 500 രൂപയ്ക്കൊക്കെ കൊടുത്ത് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് വെച്ചതാണെങ്കിലും ജേർണൽ സെയിൽ ഇത് നല്ല അഫോർഡബിൾ ആയിട്ട് കണ്ടപ്പോൾ ഞാനത് വാങ്ങിച്ചു. കുറെ നാളായിട്ട് മനസ്സിലുള്ള ഒരു കാര്യമാണ് ഈ സ്റ്റാറി നൈറ്റിന്റെ തീമിലായിട്ട് ഒരു ജേർണൽ പേജ് ചെയ്യണമെന്ന്. വാൻഗോന്റെ പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു ജേർണൽ പേജ് ചെയ്തിട്ടുണ്ടെങ്കിലും എക്സ്ക്ലൂസീവ്ലി നമ്മൾ സ്റ്റാറി നൈറ്റിനായിട്ട് ചെയ്തിട്ടില്ല. ഇനി എന്തായാലും നമുക്ക് ചെയ്യാം. സ്റ്റാറി നൈറ്റ് മാത്രമല്ല, ആൽമണ്ട് ബ്ലോസം ഒക്കെ ഉണ്ട് ഇതിൽ തന്നെ. ഇതിന്റെ ബോക്സ് ആണെങ്കിലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മൊത്തം ഒരു സ്റ്റാറി നൈറ്റ് വൈബാണ്. ഇനി ഈ ഒരു 3 സ്റ്റിക്കർ റോള് വരുന്നുണ്ട്. ഇതിനിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ ഒരു ക്ലൗഡ്സ് അല്ലെങ്കിൽ സ്കൈ അങ്ങനെയൊക്കെ വരുന്ന ഒരു തീമാണ്. ഒരു പെയിന്റഡ് സ്കൈ, ഈവനിങ് സ്കൈ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഇതിങ്ങനെ പീൽ ചെയ്തിട്ട് ഒട്ടിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണുള്ളത്. അടുത്ത ഈ ഒരു സ്റ്റിക്കർ റോളിൽ കാറ്റും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. കാറ്റ് തീമിൽ വരുന്ന 2-3 ഐറ്റംസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന്റെ സൈഡിലായിട്ടുള്ള സ്റ്റിക്കറും നല്ല ഭംഗിയുണ്ട്. ഇത് ജേർണലിങ്ങിനൊക്കെ യൂസ് ചെയ്യാം. ഈ ഒരു റോളിലുള്ള പിക്ചേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ കാറ്റ്സ് വരുന്നുണ്ട്. ഇതും ഇങ്ങനെ പീൽ ചെയ്ത് ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. അടുത്തതും ഒരു കാറ്റ് തീം തന്നെയാണ്. ഇതിലും കുറച്ചധികം കാറ്റിന്റെ പിക്ചേഴ്സ് തന്നെയാണ്, സ്റ്റിക്കേഴ്സ് തന്നെയാണ്. എന്താ പറയേണ്ടത്, മൊത്തം എന്ത് ക്യൂട്ടാണ് എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇതിന് മറ്റേതുപോലെയല്ല, കുറച്ചുകൂടെ ഒരു ഗ്ലിറ്ററി ഫോമിലാണുള്ളത്, കുറച്ച് തിളങ്ങുന്നുണ്ട്.
ഇതിനെ പറ്റി പറയാനാണെങ്കിൽ വാൻഗോന്റെ പെയിന്റിങ്ങിന്റെ ഒരു തീം കണ്ടപ്പോൾ തന്നെ ഞാനിത് കാർട്ടിലിട്ടു. കാരണം എന്താണെന്നൊന്നും അറിയില്ലെങ്കിലും ആ പെയിന്റിങ് കണ്ടുകൊണ്ട് എന്തെങ്കിലും നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് എടുത്തതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടായില്ല. നല്ല അടിപൊളി സാധനം തന്നെയാണ്. വാൻഗോന്റെ പെയിന്റിങ്സും വരുന്നുണ്ട്, സൺഫ്ലവേഴ്സ് ഒക്കെ വരുന്നുണ്ട്, കൂടെ തന്നെ കുറെ ഇങ്ങനെ സീനറീസ് ഒക്കെ വരുന്ന കുറച്ചധികം പിക്ചേഴ്സും വരുന്നുണ്ട്. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ കാർട്ടിലിട്ട മറ്റൊരു ഐറ്റം ആണ് ഇതും വാൻഗോന്റെ പെയിന്റിങ്സ് വരുന്നുണ്ട്, സ്റ്റാറി നൈറ്റ് വരുന്നുണ്ട്, ആൽമണ്ട് ബ്ലോസം വരുന്നുണ്ട്, സൺഫ്ലവർ വരുന്നുണ്ട്. അപ്പൊ തന്നെ കാർട്ടിലെടുത്തിട്ടു. അടുത്തതായിട്ട് ഈ ഒരു ജെൽ പെന്നിന്റെ സെറ്റാണ്. ഇതിന്റെ പല വെറൈറ്റി കളേഴ്സിൽ അവൈലബിൾ ആണ്. ഐ മീൻ ബ്ലാക്ക് ഇങ്ക് തന്നെയാണ്, പക്ഷേങ്കിൽ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈനിന് പകരം കളർഫുൾ ഡിസൈൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, ഞാൻ കളേഴ്സിനെ പിടിക്കുന്ന ആളാണെങ്കിലും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടപ്പം ഇതിലാണ് എൻ്റെ കണ്ണ് പോയത്. അടുത്തത് ഇതാ ഒരു മാച്ച് ബോക്സ് പോലെയൊക്കെ വരുന്ന ഒരു സംഭവമാണ്. ട്വിലൈറ്റ് ഫോറസ്റ്റ് എന്നൊക്കെയാണ് ഇതിന്റെ നെയിം ഇവർ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒരു ഗ്രീൻ തീമിൽ വരുന്ന ഇങ്ങനെയുള്ള കുറെ കുഞ്ഞു കുഞ്ഞു കാർഡ്സ് ആണുള്ളത്. കുറെ ഉണ്ട്, നമ്പേഴ്സ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. കുറെ കാർഡ്സ് ഉണ്ട്. ഇനി ഈ ഒരു ഗ്ലൂ ടാപ്പ് ആണ്. ഒന്നല്ല, രണ്ടെണ്ണം ഉണ്ട്. അതുപോലെ തന്നെ റീഫില്ലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സംഭവം ഫസ്റ്റ് ടൈം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടി ആക്കി നോക്കിയിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്കിയാലാണ് ഗ്ലൂ വരിക എന്ന്. ഇനി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളതും ആയിട്ടുള്ള ഒരു സംഭവമാണ് കാണിച്ചു തരുന്നത്. വേറൊന്നുമല്ല, ഈ ഒരു പേപ്പർ കട്ടറാണ്. കുറേ സമയം എടുത്ത് അളവെല്ലാം നോക്കി ഒരു പേപ്പർ കട്ട് ചെയ്യുന്നതിനെക്കാട്ടും സിമ്പിളായിട്ട് ഇതിനെ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫൈനലി നമ്മുടെ പെട്ടിയിലെ ലാസ്റ്റ് ഐറ്റം വന്നിട്ടുണ്ട് എന്നല്ല, ലാസ്റ്റ് ഐറ്റം ഇതാണ്. A4 സൈസ്ഡ് ആയിട്ടുള്ള ഒരു കട്ടിംഗ് മാറ്റ് ആണ്. ഈ ഒരു കട്ടിംഗ് മാറ്റ് എത്രയോ കാലമായിട്ട് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് സാധനമാണ്. ഇതില്ലാഞ്ഞിട്ട് ഇതിന് പകരമായിട്ട്, അല്ലെങ്കിൽ ഇതിന് പകരം പോലെ ഞാൻ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു വെജിറ്റബിൾ ചോപ്പിംഗ് ബോർഡായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഗൈസ്, നമ്മൾ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അപ്ഗ്രേഡ് ആവുകയും ചെയ്തു, നമ്മുടെ പെട്ടിയുള്ള സാധനങ്ങൾ തീരുകയും ചെയ്തു. ഈ ഒരു ബബിൾ റാപ്പിനെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സാധനങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. കുറേ വാഷി ടേപ്പും സ്റ്റിക്കേഴ്സുമാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചത്. ഇനിയിപ്പം ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ജേർണലിംഗ് ആണ് വരുന്നത്. നമ്മുടെ ഈ ഒരു ബോക്സ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി ഇങ്ങനത്തെ കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ടില്ലേ, ഇത് നമുക്ക് സ്റ്റാമ്പ് പാഡിൽ വെച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ മന്തിന്റെ പാക്കറ്റിൽ നിന്ന് ജൂണിനുള്ള മന്ത്, നമ്മളിപ്പോൾ ജൂണിലാണല്ലോ, വെറുതെ ജൂൺ എടുക്കാന്ന് വെച്ചിട്ട് ജൂൺ എടുത്തിട്ട് ആ ഒരു സ്റ്റാമ്പ് പാഡിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ നേരെ ഈ പേപ്പറിലേക്ക് പ്രസ് ചെയ്ത് വെക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയപ്പം ആ ഒരു താഴെ മറ്റേ ജൂൺ എഴുതിയതും മറ്റേ താഴെ ആ ഒരു ലൈന് വന്ന് എനിക്ക് ഇഷ്ടമായില്ല. ഞാൻ പിന്നെ വിചാരിച്ചു അതെപ്പോഴും വന്നുകൊണ്ട് നിൽക്കുമായിരിക്കും, അത് ഇതിന്റെ അങ്ങനെ തന്നെയായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് വന്നു. അപ്പം എനിക്ക് മനസ്സിലായി അത് ഇതിന്റെ കുഴപ്പമല്ല, ഞാൻ വെച്ചതിന്റെ കുഴപ്പമാണ്. ഇപ്പം മന്ത് ചെയ്തതുപോലെ വീക്കും ചെയ്തു നോക്കി. സാറ്റർഡേ എടുത്തിട്ട് അതുപോലെ തന്നെ പ്രസ് ചെയ്ത് നോക്കി. അപ്പോഴും മറ്റേ ആ ഒരു ലൈന് പോലെ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ചെയ്ത് പഠിച്ചാൽ ഓക്കെയാണ്. എനിക്കിതിപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അറിയില്ല, എവിടെ പ്രഷർ കൊടുക്കണമെന്നും അറിയില്ല. അപ്പം നമ്മൾ വഴിയെ റെഡി ആയിക്കോളും. മന്തും വീക്കും ചെയ്തതുപോലെ നമ്മൾ ആ ഒരു നമ്പേഴ്സും കൂടെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. 3 ആണ് ഞാൻ എടുത്തത്. എന്നിട്ട് വെറുതെ അതിൽ കുത്തുക ഇങ്ങനെ തന്നെ. ഇനി ആ ഒരു വലിയ ബോക്സിലുള്ള ആൽഫബറ്റ്സ് ആണ്. സ്മോൾ ലെറ്ററും ഉണ്ട്, ക്യാപിറ്റൽ ലെറ്ററും ഉണ്ട്, നമ്പേഴ്സും ഉണ്ട്. ഇതിൽ നിന്ന് ഓരോ ലെറ്റേഴ്സ് കണ്ടുപിടിച്ച് ചെയ്യാൻ കുറച്ച് പണിയാണ്. എന്നാലും ഞാൻ കുഞ്ഞു പേരൊന്നുമല്ല സെലക്ട് ചെയ്തത്. സീക്രട്ട് സ്റ്റാറി നൈറ്റ്, അത്രയും ലോങ് പേരാ. വല്ല കാറ്റോ ഡോഗോ എങ്ങാണ്ടാണെങ്കിൽ വേഗം തീരുമായിരുന്നു. പക്ഷെ എന്നാലും സാധനം അടിപൊളിയാ. അടുത്തത് ഈ ഒരു വാഷി ടേപ്പ് ഡിസ്പെൻസറിൽ ഞാൻ വാഷി ടേപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതാണ് ചെയ്യുന്നത്.
ഇതൊക്കെ ചെയ്ത് ടേബിളിൽ ഈ ഒരു വാഷി ടേപ്പ് ഡിസ്പെൻസർ വെച്ചപ്പം ഭയങ്കര രസമുണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ ടേബിളിൽ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ. ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറേ ഐറ്റംസ് വാങ്ങിച്ചതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് ജേർണലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. കുറെ നാളായിട്ട് മനസ്സിലാഗ്രഹിച്ചൊരു കാര്യമാണ് ഇപ്പൊ സാധിച്ചത്. ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ അബൌട്ട് ദാറ്റ്. ഇത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയേണ്ട കാര്യമാണ്. ബട്ട് എനിവേ, ഇഫ് യു ആർ watching my channel for the first time, feel free to subscribe. Bye.